വാഹനങ്ങൾ വാട്ടർ സർവീസ് ചെയ്യുന്നത് പോലെയല്ല വാഹനങ്ങളുടെ അടിഭാഗം ആൻറ്റി റസ്റ്റ് റബ്ബറൈസ്ഡ് അണ്ടർ കോട്ടിങ് ചെയ്യുന്നത് എന്ന് ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ അതിൻ്റെ റിസൾട്ട് 100% ഗ്യാരണ്ടീഡാണ്. വാഹനങ്ങളുടെ ആരും ശ്രദ്ധിക്കാത്ത അടിഭാഗം തുരുമ്പെടുത്ത് ദ്രവിച്ച് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രൊട്ടക്റ്റീവ് പരിപാടിയാണ് ആൻറ്റി റസ്റ്റ് റബ്ബറൈസ്ഡ് അണ്ടർ കോട്ടിങ്. അദ്ദേഹം ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. വാഹനങ്ങൾ അണ്ടർ കോട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഒരുപക്ഷെ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. അത് ആ ഒരു രംഗം വണ്ടിപ്രേമികളായ ആൾക്കാർ കാണിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. വാഹനങ്ങളുടെ അടിഭാഗം, വില കൂടിയ വാഹനങ്ങളുടെ അടിഭാഗം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ വെള്ളം തെറിച്ചും ചെളിയായും ദ്രവിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് അണ്ടർ കോട്ടിങ് ചെയ്യുന്ന പ്രക്രിയയാണ് നിങ്ങളിത് കാണുന്നത്. അത് കംപ്ലീറ്റ് സെൽഫ് പ്രൊട്ടക്ഷനുള്ള ജാക്കറ്റും കാര്യങ്ങളും മൂക്കിനും വായിലൊക്കെ എത്തിയതിനു ശേഷം ഇതുപോലെ ടയറുകൾ ഊരി മാറ്റിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ശരിയല്ലേ ബോസ്? പറഞ്ഞത് തെറ്റുണ്ടോ? ശരിയല്ലേ? ആൻറ്റി റസ്റ്റ് അണ്ടർ കോട്ടിങ് എത്ര കാലം നിലനിൽക്കും? ആൻറ്റി റസ്റ്റ് അണ്ടർ കോട്ടിങ് ദ്രവിച്ചു പോയി പ്രത്യേകിച്ച് മടുകാടിൻ്റെ അടിയിൽ ഏറ്റവും കൂടുതൽ വെള്ളം തെറിക്കുന്ന ഏരിയയിൽ ഇതുപോലെ ടയർ ഊരി വെച്ചതിന് ശേഷം PHOs പ്രോസസ് ചെയ്യുന്നത് കാണാം. അതുപോലെ വണ്ടി ഏകദേശം ഒരാൾ പൊക്കത്തിൽ ഉയർത്തി വെച്ചതിന് ശേഷം അതിന് കംപ്ലീറ്റ് അടിഭാഗവും ചെയ്യുന്ന റിസ്ക് പിടിച്ചൊരു പരിപാടി. ഏകദേശം പെയിൻറ്റിങ്ങിൻ്റെ തന്നെ ഒരു വകഭേദമാണ്. പക്ഷേ പൊതുവെ കാറ് വാട്ടർ സർവീസ് ചെയ്യുന്നവരൊന്നും എല്ലാവരും ഒന്നും ഇത് ചെയ്യാറില്ല എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം നമ്മുടെ കണ്ണൂരിൽ ഇത് ചെയ്യുന്നത് വർഷങ്ങളായി ചെയ്യുന്ന വ്യക്തിയാണ്. ഇതിൽ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ്. ബാക്കി വാട്ടർ സർവീസൊക്കെ മറ്റുള്ളവർ ചെയ്യുമെങ്കിലും ഇതിൻ്റെ കാര്യങ്ങൾ ഇദ്ദേഹം ഡയറക്റ്റായിട്ട് ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വാഹനം അത് ഏതും ആയിക്കൊള്ളട്ടെ, കാറ്, ഇനോവ കാറ് അല്ലെങ്കിൽ വാൻ, പിക്കപ്പ്, എന്ത് തന്നെയായാലും പ്രൈവറ്റ് വാഹനങ്ങൾ ഇതുപോലെയും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ എന്തുകൊണ്ടും വാഹനങ്ങളുടെ സംരക്ഷണത്തിന് ഒന്നുകൂടി നല്ല ഒരു കാര്യമാണ് എന്ന് കണ്ടപ്പോൾ തോന്നി. വാട്ടർ സർവീസ് ചെയ്യുന്ന നമുക്ക് നമ്മളെന്നും കാണുന്ന ദൃശ്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത് യൂട്യൂബ് പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കാമെന്ന് വിചാരിച്ചത്. എല്ലാ വൻ നഗരങ്ങളിലും ഇതുണ്ടാവുമെന്ന് കരുതുന്നു. കണ്ണൂരിലുള്ള സ്ഥിതിക്ക് അദ്ദേഹം വിട്ടതുപോലത്തെ പിന്നെ ക്യാമ്പ് ഞാനിട്ടില്ല, എനിക്ക് അധികം അടുത്ത് പോകാൻ പറ്റില്ല.